നമസ്കാരം. കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ വീണ്ടും വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നു. വനം വകുപ്പ് മന്ത്രി എന്നാണോ വനം വകുപ്പ് ഏറ്റെടുത്തത് അന്നു മുതൽ ഇന്ന് വരെ ശശീന്ദ്രൻ വിവാദങ്ങളുടെ കളിക്കൂട്ടുകാരനായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ നേരിട്ട് വിളിച്ചു വരുത്തി അമർഷം അറിയിച്ചിരിക്കുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ അനൗചിത്യകരമായ പ്രസ്താവനകൾ നടത്തി മുന്നണിയെ വെട്ടിലാക്കരുത് എന്ന് തന്നെ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന് അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഉത്തരവാദിത്വം വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ ആയിരിക്കും എന്നുകൂടി തന്നെ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ തന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി തന്റെ അമർഷവും വിദ്വേഷവും അറിയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ വനം വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ താക്കീത് കിട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്നലെ വഴിക്കടവിൽ 15 വയസ്സുകാരനായ ഒരു കുട്ടി ആരോ വെച്ച ഒരു കെണിയിൽ പെട്ടു. അതായത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും കാട്ടുപന്നിയുടെ ഉപദ്രവത്തിൽ നിന്നും വിളകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആരോ ഒരു വൈദ്യുതി കെണി നിലമ്പൂരിൽ വഴിക്കടവിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 15 വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി തന്റെ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയപ്പോൾ ഈ പന്നിക്കണിയിൽപ്പെട്ട് അതിദാരുണമായി മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഈ പന്നിക്കണി വച്ചത് നിലമ്പൂരിൽ UDFന്റെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി അവർ ഒരുക്കിയ ഗൂഢാലോചനയാണ് എന്നാണ് മന്ത്രി ആദ്യം പുറത്തു പറഞ്ഞ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. അതായത് വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി UDF നടത്തിയ ഗൂഢാലോചനയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ LDFനും ഇടതുപക്ഷത്തിനും വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് കണ്ടറിഞ്ഞതോടു കൂടി തന്നെയാണ് പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവന നിരുത്തരവാദിത്തപരമാണെന്ന് പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രി കെ ശശീന്ദ്രനെ തന്നെ തന്റെ ഓഫീസിൽ നേരിട്ട് വിളിച്ചു വരുത്തി തന്റെ പ്രതിഷേധവും അമർഷവും അറിയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ കെ ശശീന്ദ്രൻ മലക്കം അറിയുന്ന കാഴ്ചയാണ് കണ്ടത്. UDF നിലമ്പൂരിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി എന്നുള്ളത് തന്റെ ഒരു സംശയം മാത്രമാണ്. അല്ലാതെ UDF നിലമ്പൂരിൽ വിജയിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നില്ല. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് UDF നടത്തിയ ഗൂഢാലോചന ആയിരുന്നു എന്നുള്ളതല്ല താൻ പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് മന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മലക്കം അറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഫലത്തിൽ കെ ശശീന്ദ്രന്റെ വനം വകുപ്പ് മന്ത്രിസ്ഥാനം തെറിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും കടുത്ത അമർഷത്തിൽ തന്നെയാണ്. നാളുകളായി വനം വകുപ്പ് മന്ത്രിയോടും വനം വകുപ്പിനോടും കടുത്ത നീരസവും അമർഷവും തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. കാരണം പലപ്പോഴായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആളുകളെ ഉപദ്രവിക്കുകയും വയനാട്ടിൽ കടുവ ഒരു ആദിവാസി സ്ത്രീയെ കൊന്നു തിന്നുന്ന അവസരത്തിൽ കോഴിക്കോട് ഒരു ഫാഷൻ ഷോയിൽ സംബന്ധിച്ചുകൊണ്ട് വനം വകുപ്പ് മന്ത്രി പാട്ടുപാടി നടക്കുകയായിരുന്നു എന്നുള്ള ആക്ഷേപവും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിസഭയെയും തെല്ലൊന്നുമല്ല ആശങ്കയിലാഴ്ത്തിയത്, അപമാനത്തിലാഴ്ത്തിയത്. ഇതിന് കൃത്യമായി തന്നെ പ്രതിപക്ഷം കെ ശശീന്ദ്രന് രാഷ്ട്രീയപരമായി തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ വഴിക്കടവിൽ ഒരു കുട്ടി പന്നിക്കണിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുന്നത്. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF അവരുടെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി UDF നിലമ്പൂരിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇതെന്നൊക്കെ. UDFന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വഴിക്കടവിൽ കുട്ടി മരിച്ചത് എന്ന അർത്ഥത്തിൽ തന്നെ മന്ത്രി കെ ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവന LDFന് വെട്ടിലാക്കുകയുണ്ടായി. ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി തന്നെ കെ ശശീന്ദ്രനെ വിളിച്ചു വരുത്തി ശാസിക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ LDFന് അവിടെ പരാജയം സംഭവിക്കുകയാണെങ്കിൽ, തിരിച്ചടി കിട്ടുകയാണെങ്കിൽ അത് കെ ശശീന്ദ്രനായിരിക്കും അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി കെ ശശീന്ദ്രനെ വനം വകുപ്പിൽ നിന്നും മാറ്റണം എന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് ഇടതുപക്ഷം മുഖ്യമന്ത്രിക്ക് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് കെ ശശീന്ദ്രൻ ഇപ്പോഴും വനം വകുപ്പ് മന്ത്രിയായി തുടർന്നു പോകുന്നത്. എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദിത്തപരമായ ചില പരാമർശങ്ങൾ LDFന്റെ തോൽവിയിലേക്ക് തന്നെ ഇത് നയിക്കും എന്ന് കാര്യങ്ങൾ ഇടതുപക്ഷം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും ആ പ്രസ്താവനയിൽ, അതായത് കെ ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ അമർഷം പൂണ്ടിരിക്കുന്നു. വൈകാതെ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.